ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പം ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിലാണുള്ളത്. ഇവിടെ ഒരു മാരി ടൈം ആൻഡ് നേവൽ ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്. അത് നിൽക്കുന്നത് ഇവിടുത്തെ കടലിൻ്റെ തീരത്താണ്. അപ്പോൾ അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പം ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിരുന്ന നമ്മളുടെ ഡിയർ പാർക്ക് ഉണ്ടല്ലോ, മാൻ പാർക്കിലാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മെറൈൻ ആൻഡ് നേവൽ ഹിസ്റ്ററി മ്യൂസിയം. അപ്പോൾ അത് കാണാൻ പോവാണ്. ഇതാണ് ആ ബിൽഡിങ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു മെയിൻ ഗേറ്റ് കാണുന്നുണ്ട്. ആ മെയിൻ ഗേറ്റിൽ കൂടി അങ്ങനെ അങ്ങോട്ട് കടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. അതിൻ്റെ തൊട്ടടുത്ത് കടൽ തന്നെയാണുള്ളത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. 16-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ആദ്യമായി ദ്വീപിൽ വന്ന് ഇറങ്ങിയ സമയത്തുള്ളൊരു ഫോർട്ട് ഫെഡറിക് ഉണ്ട്, അമ്പലമൊക്കെ ഉള്ള. അതിൻ്റെ അടുത്താണ് ഇതുള്ളത്, ഈ കെട്ടിടം ഉള്ളത്. 1602 മുതൽ 1795 വരെ ഡച്ച് ഭരണകാലത്ത് ഡച്ച് നാവിക കമ്മീഷണറുടെ ഔദ്യോഗിക വസതിയായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് 1795 മുതൽ 1948 വരെ ഇത് അർബൻ കമ്മീഷണറുടെ വസതിയായി ഉപയോഗിച്ചിരുന്നു. പിന്നീട് 2013 നെതർലാൻഡ് സർക്കാരിൻ്റെ സഹായത്തോടെ ഇവിടെ ഒരു മ്യൂസിയം സ്ഥാപിക്കുന്നതിനായി കെട്ടിടം നവീകരിച്ച് ശ്രീലങ്കൻ്റെ പുരാവസ്തു വകുപ്പും മ്യൂസിയം വകുപ്പും ആണ് പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് അറിയിക്കുന്നത് ഹാപ്പി ന്യൂ ഇയർ 2025 ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റൊന്ന് പരിസരമൊക്കെ നടന്ന് കാണാം നമുക്ക്. അങ്ങനെ 2013 ഫെബ്രുവരി 3 അന്നത്തെ പ്രസിഡന്റ് മഹീന്ദ രാജപക്സെയാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ നെതർലാൻഡിൻ്റെ ഫണ്ട് കൊണ്ട്. ഇതിൻ്റെ അകത്തുള്ളത് രാജ്യത്തിൻ്റെ സമുദ്ര ചരിത്രം, സമുദ്ര ജൈവ വൈവിധ്യം, പ്രാദേശിക നാവിക കാര്യങ്ങളുടെ ചരിത്ര വിവരങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇവിടെ ഒരു വലിയൊരു തോണിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ലേ, അതാണ് കടൽ. ആ കടലിൻ്റെ പരിസരത്ത് തന്നെയാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പരിസരത്തും ഇതിൻ്റെ അകത്തൊന്നും ആരും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ തന്നെ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റായിട്ടുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ മ്യൂസിയത്തിൻ്റെ പേര് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. 100 ശ്രീലങ്കൻ രൂപ ഇതിനുള്ളിലേക്ക് ചാർജ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. മുകളിലേക്ക് കോണിയൊക്കെ ഉണ്ട്. പൊതുവേ എനിക്ക് മ്യൂസിയത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷേ ഇവിടെ ശ്രീലങ്കയിൽ വന്ന നിലക്ക് ഈ ഒരു സ്ഥലം കാണാമെന്നുള്ളവർക്ക് അങ്ങനെ കാണാം. സമുദ്രമായിട്ട് കുറേ ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് അങ്ങനെ പോവാം നമുക്ക്. ഇത് മുമ്പ് വെള്ളത്തിൽ സഞ്ചരിച്ചിരുന്ന അതിൻ്റെ ഓരോ അപ്ഗ്രേഡ് വെർഷൻസാണ്. ഇത് ലോക്കൽ വെസൽ, ഈ മരപ്പലകയൊക്കെ കെട്ടിയിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് ഗ്രേഡ് കൂടിയത്, പിന്നെ അതിൻ്റെ ഗ്രേഡ് കൂടിയത്, അങ്ങനെ കയറി അങ്ങനെ വന്ന് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചങ്ങാടം എന്നറിയില്ലേ, ആ ഒരു സാധനം പോലത്തെ അങ്ങനെ വന്ന് ഇതാണ് ഇപ്പോൾ ഇതിലുള്ള ലാസ്റ്റ് മോഡൽ ഇവിടെ കാണിക്കുന്നത്. വേറെ ഒന്നും കൂടി ഉണ്ട്. ഇതാണ് മുമ്പ് ഇവരൊക്കെ സഞ്ചരിച്ചിരുന്ന ഇതിലായിരുന്നല്ലോ ഡച്ചുകാരൊക്കെ ഇവിടെ വന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതിൽ കാര്യമായിട്ട് ഒന്നുമില്ല ഇവിടെ. ഈ ഒരു ഹാള് ഇതാണ്, ഇതിൻ്റെ ഒരു ലോങ് വ്യൂ ആണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഗൈഡ് നമ്മളൊപ്പം ഉണ്ട്, ഇതിൻ്റെ ഒരു സ്റ്റാഫ്. അപ്പോൾ നിങ്ങളങ്ങനെ കണ്ടുപോയിക്കോളി ഓരോന്ന്.
is Navy soldiers Items. helmet, pistol, canteen, Yeah, everything. and shirt, and British Navy the officer. British Navy officer. This is Sri Lankan Navy officer. His face like that? Hmm? His face before like that? No, now also. Now also. ഇനി ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാണ്. Conference hall. Portuguese language and English. So language style is Navy in charge. This part is this Yeah. Yeah. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴത്തിറങ്ങാണ്. ഈ മ്യൂസിയത്തിനെ പറ്റി വിശദമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നേവൽ മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.